ശ്രീ രാഹുൽ ഈശ്വർ, ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് അല്പസമയം മുൻപ് പോലും മാതൃഭൂമി ന്യൂസുമായിട്ട് താങ്കൾ സംസാരിച്ചതാണ്. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. താങ്കൾ എന്തായാലും കണ്ടിട്ടുണ്ടാകുമല്ലോ, എന്തു തോന്നുന്നു? വളരെ പോസിറ്റീവായ റിപ്പോർട്ടാണ്, വേദനിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ഞെട്ടൽ തുടങ്ങിയ വാക്കുകളേക്കാൾ കൂടുതൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. ജസ്റ്റിസ് ഹേമയുടെ തന്നെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞാനൊരു കാവിയറ്റോടു കൂടി തുടങ്ങുകയാണ്. ഇതിലെ ഫൈൻഡിങ്സ് യൂണിവേഴ്സൽ അല്ല, ഇത് എല്ലാവരെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നല്ല, പക്ഷെ പലർക്കും ഈ വേദന ഉണ്ടായി എന്ന തിരിച്ചറിവാണ് ജസ്റ്റിസ് ഹേമ തരുന്നത്. അത് ബാലൻസ്ഡ് ആയ റിപ്പോർട്ടാണ്. അതിലെ ഇക്കിളിപ്പെടുത്തുന്ന പ്രകോപനപരമായ ഭാഗങ്ങളല്ല, സൊല്യൂഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ആ സൊല്യൂഷൻസിന്റെ ഭാഗമായി വേണം ചില കണ്ടെത്തലുകൾ വളരെ ഇമ്പോർട്ടന്റ് ഇംപ്ലിമെന്റ് ആണ്. ഉദാഹരണം, ഒരു സെറ്റിലും മദ്യം കൊണ്ടുവരാൻ പാടില്ല, ഒരു സെറ്റിലും മയക്കുമരുന്ന് കൊണ്ടുവരാൻ പാടില്ല. അതൊക്കെ അതിശക്തമായ നിയമം മൂലം നമുക്ക് നിരോധിക്കാൻ കഴിയണം. എന്നാൽ പേ പാരിറ്റി പോലുള്ള കാര്യങ്ങൾ, ഒരേ റേറ്റ് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പോസിബിൾ ആണോ എന്ന് സംശയകരമാണ്. ഉദാഹരണം, പൃഥ്വിരാജും ഐശ്വര്യ റോയും രാവണിൽ അഭിനയിച്ചു. രണ്ടുപേർക്കും ഒരേ റേറ്റ് ആണോ കൊടുക്കുക? ഒരു കാരണവശാലുമല്ല. അപ്പം പേ പാരിറ്റി പോലുള്ള കാര്യങ്ങൾ എത്രമാത്രം പ്രായോഗികമാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർക്ക്, സ്ത്രീകൾക്ക് സേഫ്റ്റി, സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തർക്കവും ഉണ്ടാകരുത്. 100% സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടാകണം. ഇതൊരു പോസിറ്റീവായ റിപ്പോർട്ടാണ്, മുമ്പോട്ടുള്ള വഴിയാണ്. പിന്നിലെ കാര്യങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല, മുമ്പിലോട്ട് നല്ലൊരു വഴി തുറന്നു കിട്ടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരള സമൂഹവും സിവിൽ സൊസൈറ്റിയും ജുഡീഷ്യറിയും ഉപയോഗിക്കേണ്ടത്. ആ രീതിയിലുള്ള പോസിറ്റീവ് സമീപനം ഈ റിപ്പോർട്ടിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒക്ടോബറിൽ ഒരു കോൺക്ലേവ് കേരള ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്ലേവിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഇനിയും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ആകാം, കമ്മിറ്റികളാകാം, അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ഈ റിപ്പോർട്ടിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോസിറ്റീവായിട്ട് നമ്മൾ ഇതിനെ കാണണം, നെഗറ്റീവായിട്ടല്ല. കാര്യം 10,000-കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന മേഖലയാണ്. അവരുടെ ജീവിതത്തെ, വരുമാനത്തെ, ഉപജീവനത്തെ ഒക്കെ ബാധിക്കും. അങ്ങനെ ബാധിക്കാത്ത രീതിയിൽ കൺസ്ട്രക്റ്റീവായ ഫീഡ്ബാക്ക്, ഫീഡ് ഫോർവേഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അതാണ് തീർച്ചയായും അത് അങ്ങനെയാണ്. ഇതിൽ താങ്കൾ പറഞ്ഞതിലെ ഏറ്റവും കൂടുതൽ താങ്കൾ ഊന്നി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേതനത്തെക്കുറിച്ച് താങ്കൾ സംസാരിച്ചു, മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിച്ചു. അതെല്ലാം ഏത് വിധത്തിൽ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞു. ഇതിനെക്കാട്ടിലും കൂടുതൽ ആ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ഒറ്റ വാക്കിൽ നമ്മൾ ഒതുക്കുകയാണെങ്കിൽ അത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. നമ്മൾ ഈ ഇക്ലിപ്പെടുത്തുന്ന പരാമർശങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ആ റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 30ാമത്തെ പേജ് മുതൽ തുടർച്ചയായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എങ്ങനെ ഒരു മാറ്റം ഒരുപക്ഷെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. പേടിയാണ്, ഇനി എല്ലാവർക്കും പേടിയാണ്. പുറത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവസരം നഷ്ടമാകും. എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? കഴിയുന്നത്ര പറ്റണം. അഡ്ജസ്റ്റ്മെന്റ് പോലുള്ള വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സമൂഹത്തിലൊരു പ്രശ്നമാണ്. കാസ്റ്റിംഗ് കൗച്ച് ഒരു റിയാലിറ്റിയാണ്. എല്ലാ മേഖലയിലും കാണാം, പക്ഷെ സിനിമാ മേഖലയിൽ കുറെ കൂടെ അധികമുണ്ട്. ഒരുപക്ഷെ താങ്കൾ റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ച് കാണണം. മനഃപൂർവ്വം ഇറുകിയ വസ്ത്രങ്ങൾ ഇടാൻ പറയുന്നു, കുറച്ച് വസ്ത്രങ്ങൾ ധരിച്ചു തരുന്നവർ കൂടുതൽ വസ്ത്രങ്ങൾ കിട്ടുന്നു, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പലരുടെയും വേദനയും വിഷമവും പരാതിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇതിൽ ക്രിയേറ്റിവിറ്റിയുടെ മേഖലയുണ്ട്. അപ്പം ഇതിൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. ഉദാഹരണം, ഗവൺമെന്റിന് ഒരു ഐറ്റം സോങ് എടുക്കണമെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഓരോ തരത്തിലുള്ള ക്രിയേറ്റീവ് മേഖലയാണ്. പക്ഷെ അതിൽ ചൂഷണം പാടില്ല, എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല, എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല, ലൈംഗിക ചൂഷണം പാടില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്താനും അവരെ ഡിസ്കറേജ് ചെയ്യാനും കഴിയും. അവിടെയാണ് മാധ്യമങ്ങൾക്ക്, മാതൃഭൂമി അടക്കമുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം റേസ് ചെയ്യുമ്പോൾ സെക്ഷൽ പ്രെഡേറ്റേഴ്സിന് അഥവാ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവർക്ക് അവർക്ക് പേടി തോന്നും. അവർക്ക് ഇത്തരം മേഖലയിലേക്ക് കടന്നു വന്ന് ഫ്രീ ആയിട്ട് അവസരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാനുള്ള, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിലേക്ക് വിളിക്കാനുള്ള ധൈര്യം കുറയും. ആ രീതിയിൽ ഇവരെ ഇല്ലാതാക്കുക മാത്രമാണ് പോസിബിൾ വഴി. ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം ചോദിക്കാം. ക്രിയേറ്റീവ് മേഖലയായതുകൊണ്ട് ഈ നടി അഭിനയിച്ച ശരിയായില്ല, അവരുടെ വോയിസ് ശരിയായില്ല, ലുക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ ഒരാൾ മാറ്റിയാൽ എന്ത് ചെയ്യും? സർക്കാരിന് ഇടപെട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അവസരം കൊടുക്കണോ? അവിടെയാണ് കോൺട്രാക്റ്റുകൾ ഉണ്ടാവണം. ഇന്ത്യൻ ഗവൺമെന്റ് അടക്കം ഇതൊരു ഇൻഡസ്ട്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കോൺട്രാക്ട് ഉണ്ടാകണം. ആ കോൺട്രാക്ടിന്റെ ഭാഗമായി സേവന വേതന വ്യവസ്ഥകൾ വരണം. ബാക്കി തൊഴിൽ മേഖലയെ പോലെ തന്നെ ഈ മേഖലയ്ക്കും കുറെയെങ്കിലും ഒക്കെ സെക്യൂരിറ്റി കൊടുക്കാൻ കഴിയണം. ആ രീതിയിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഒരു കോൺക്ലേവ് വരണം, കൂടുതൽ ചെക്സ് ആൻഡ് ബാലൻസസ്, കൂടുതൽ മെഷേഴ്സ് ഈ മേഖലയിലേക്ക് വരുന്നത് സിനിമാ മേഖലയെ നന്നാക്കും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മെച്ചമാക്കാനായിരിക്കണം, ഒന്നും നശിപ്പിക്കാനായിരിക്കരുത്, തകർക്കാനായിരിക്കരുത്, കരിവാരിത്തേക്കാനായിരിക്കരുത്, ആരെങ്കിലും കുറിച്ചുള്ള കഥ പറയാനായിരിക്കരുത്. പകരം പോസിറ്റീവായി പോകണം. ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെയാണ് ദോഷം ഉണ്ടാകുക. നമുക്ക് എല്ലാം അറിയുന്നത് പോലെ പാർവതി തിരുവോത്തടക്കമുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ആർട്ടിസ്റ്റുകൾക്ക് പോലും പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീമതി
ഭാഗ്യലക്ഷ്മിക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് പോസിറ്റീവ് അപ്രോച്ച് വേണം, നെഗറ്റീവ് അപ്രോച്ച് അല്ല. പരസ്പരം അടികൂടാനും എന്താ പറയുക തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫറന്റ് ചെയ്യാനുള്ള അപ്രോച്ച് അല്ല. പരമാവധി പോസിറ്റീവ് അപ്രോച്ചിൽ പോയി സിനിമാ മേഖലയെ മെച്ചമാക്കാനുള്ള മനോഭാവമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അവരുടെ അടക്കമുള്ള പ്രതികരണങ്ങളും നിലപാടുകളും നയങ്ങളും നിയമനിർമ്മാണവുമാണ് ഇനി വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യം ഇപ്പോൾ പൊതുസമൂഹം ആകെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോഴും ഒരുപക്ഷെ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സിനിമയെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു നിലയിൽ ഞാൻ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. അതായത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ച് എത്ര സിനിമാ സംഘടനകൾ നമ്മുടെ കേരളത്തിൽ മലയാള സിനിമയിൽ നിന്ന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. WCCയുടെ ഇടപെടലോടുകൂടി ഒരുപക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടപെടലോടുകൂടി പുറത്ത് വന്നിട്ടുണ്ടാകാം, അതുമായി ബന്ധപ്പെട്ട നടപടികൾ പോയിട്ടുണ്ടാകാം. പക്ഷേ എത്ര സിനിമാ സംഘടനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നോക്കൂ, അല്പസമയം മുമ്പ് ശ്രീ സിദ്ദിഖുമായിട്ട് അമ്മ സംഘടനയുമായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ റിപ്പോർട്ട് ഞങ്ങൾ നോക്കട്ടെ, കാണാം, ഞങ്ങൾ ഇപ്പോൾ ഒരു പരിപാടിയുടെ അമ്മയുടെ ഒരു പരിപാടിയുടെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി പോവുകയാണ്, നോക്കിയതിനു ശേഷം പ്രതികരിക്കാം. അങ്ങനെ മതിയായിരുന്നോ? എത്രയും പെട്ടെന്ന് അമ്മയുടെ ഭാഗത്തു നിന്നും പോലും കൃത്യമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം ഇതിൽ വരണമായിരുന്നു. ഇനിയും ഇവരൊക്കെ സഹകരിക്കുമോ എന്നുള്ളതൊരു സംശയമല്ലേ? ഒരിക്കലുമല്ല. ശ്രീ സിദ്ദിഖ് എനിക്ക് വ്യക്തിപരമായിട്ടൂടെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്, ഏറ്റവും വൈബ്രന്റ് ആയി പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. വളരെ പോസിറ്റീവ്. തീർച്ചയായും ഒരിക്കലും അത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മാത്രം മുന്നം വെച്ചുകൊണ്ട് പറയുകയില്ല. പക്ഷേ നമ്മുടെ സംഘടനകൾ ആ രീതിയിൽ ഇടപെടേണ്ടതായിരിക്കില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ മഹാനടൻ ശ്രീ മോഹൻലാലിന്റെ വളരെ മോശമായ ഭാഷയിൽ ഒരു യൂട്യൂബർ നമ്മുടെ ദുരന്തമുഖത്ത് വയനാട് അധിക്ഷേപിച്ചപ്പോ സാധാരണ ആൾക്കാർ വിടുകയാണ് ചെയ്യുന്നത്. ശ്രീ സിദ്ദിഖ് വളരെ ആർജവത്തോടുകൂടി പരാതി കൊടുത്തു. ആ വ്യക്തിയെ ജയിലിലിടാൻ കാരണക്കാരനാണ്. ശ്രീ സിദ്ദിഖ് ഇത്തരം കാര്യങ്ങൾ വളരെ പ്രോആക്റ്റീവാണ്, വളരെ ജസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സിദ്ദിഖ്. അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞു എല്ലാവരും. അപ്പോൾ ഇവർക്കിത് ഇവരുടെ ഉപജീവനം, ഇവരുടെ ചോറാണ്, ഇവരുടെ ഫുഡാണ്, ഇവരുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഫീസും കാശുമാണ്. അതുകൊണ്ട് അവരിതിൽ അവധാനതയോടുകൂടി സ്ലോ ആയിട്ട് മാത്രമേ ഇടപെടൂ. പക്ഷെ നമുക്കൊക്കെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിൽക്കുന്നവർക്ക്, നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഈ വിഷയം ശക്തമായി റേസ് ചെയ്യാം, അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇനിയും ചൂഷണത്തിനുള്ള സ്പേസ് പരമാവധി കുറയ്ക്കാം. ബാക്കി മേഖലകളിലും ചൂഷണമുണ്ട്, പക്ഷെ സിനിമയിൽ കൂടുതൽ ചൂഷണത്തിന് സ്പേസ് ഉണ്ടാകുന്നത് ഗ്ലാമറസ് ഇൻഡസ്ട്രിയാണ്. അവിടുത്തെ മോഹവിലയാണ് പല കാര്യങ്ങൾക്കും. അവിടെ പല കാര്യങ്ങളും സബ്ജക്റ്റീവാണ്. ഇതൊരു ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലല്ലോ, ക്വാളിറ്റി ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി വേണം റിസൾട്ട് ചെയ്യാനെന്നുള്ളതാണ് ബാക്കിയുള്ള സ്ഥലത്തെ മാനദണ്ഡം. ഇവിടെ ക്വാളിറ്റിയാണ്, ബന്ധങ്ങളാണ്, പരസ്പരമുള്ള കണക്റ്റാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൂഷണത്തിന് സ്പേസ് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാവരിലും ഉണ്ട്. പല ഇൻഡസ്ട്രികളെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കോൺഫിഡന്റ് ആയി പറയാം, തമിഴിനേക്കാളും നമ്മുടെ ഹിന്ദിയെക്കാളും ഒക്കെ മെച്ചമാണ് മലയാളത്തിലെ സിറ്റുവേഷൻ. അപ്പോഴാണ് 2-3 സോളിഡ് സജഷൻ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കുക, മയക്കുമരുന്ന് പൂർണ്ണമായിട്ട് നിരോധിക്കുക, അതിനുവേണ്ടിയുള്ള റെയ്ഡുകൾ ഉണ്ടാകുക, സ്ക്വാഡുകൾ ഉണ്ടാകുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പലപ്പോഴും സിനിമയെ സീരിയസ്നെസ്സോടുകൂടി വരും. ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ ഇതിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് വരുമ്പോൾ അവർക്ക് പേടി തോന്നരുത്. ഇതൊരു മാഫിയ സംവിധാനമോ അധോലോക സംവിധാനമോ ആയിട്ടുള്ള തെറ്റിദ്ധാരണ. കലാകാരികൾ വരണം, കൂടുതൽ പ്രവർത്തകർ വരണം, അവർക്ക് മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാക്കണം. ഇനി ഇൻവെസ്റ്റർ സെന്റിമെന്റ് സിനിമയ്ക്ക് എതിരാവരുത്. പ്രൊഡ്യൂസേഴ്സ് കാശ് കൊടുക്കണ്ടേ, വിദേശ ടൂറുകൾ സംഘടിപ്പിക്കട്ടെ, ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ വേണം. അപ്പോൾ കൂടുതൽ ഇനി OTT-കൾ വരുന്നുണ്ട്, OTT സീരീസുകൾ, വെബ് സീരീസുകൾ വരുന്നുണ്ട്, അതിലേക്ക് വരണം. അപ്പൊ ഈ കലാരംഗം അഭിവൃദ്ധിപ്പെടണം. എന്നാൽ അതിലെ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണം. ജസ്റ്റിസ് ഹേമ ഗംഭീരമായിട്ടാണ് റിപ്പോർട്ട് തുടങ്ങിയിരിക്കുന്നത്, നക്ഷത്രങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട്. അതോടൊപ്പം യൂണിവേഴ്സൽ അല്ല ഈ വിഷയങ്ങൾ, പക്ഷേ ഒരുപാട് പേർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അടക്കം സ്ത്രീകൾക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നു. അവർ എഴുതിയിരിക്കുന്നത് നിയർലി എല്ലാവരും ഈ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ശക്തമായ സാനിറ്റേഷൻ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പോലുള്ള കാര്യങ്ങൾ, രാത്രികാലത്തെ യാത്രാ സൗകര്യങ്ങൾ, സെക്യൂരിറ്റി, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കഴിയുന്നതും മാറ്റണം, സീരിയസ് കുറ്റങ്ങൾക്ക് കൺവിക്ട് ചെയ്തവരെ സിനിമാ സെറ്റിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, ഈ റിപ്പോർട്ട് വന്നപ്പോൾ മാധ്യമങ്ങളടക്കം നമ്മുടെ പൊതുസമൂഹവും കൂടുതൽ സീരിയസ് ആയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ആദ്യം പലരും പേടിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ചർച്ച പോകുമെന്നാണ്. പക്ഷേ യൂട്യൂബിലെ കമന്റുകൾ പോലും ബഹുഭൂരിപക്ഷം ആൾക്കാരും പോസിറ്റീവായി ഈ രംഗം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കാര്യം നമ്മളെല്ലാം സിനിമ കൊണ്ട് വളർന്നവരാണ്. നമ്മുടെ ജീവിത വീക്ഷണങ്ങളും ജീവിത ബോധ്യങ്ങളും ഒക്കെ സിനിമയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് പോലും സിനിമയാണ് നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ നിൽക്കുന്ന മൊമെന്റവും പോസിറ്റീവാണ്. ഇനി ഒക്ടോബറിലെ കോൺക്ലേവും ശ്രീ സജി ചെറിയാൻ മന്ത്രിയുടെ അടക്കമുള്ള പോസിറ്റീവ് ഇടപെടലും കാരണം മലയാള സിനിമയിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറെ കൂടെ മെച്ചമായി മാറുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് സിനിമാ രംഗം എത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും